സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു കെട്ടിടത്തിന് കേടുപാടുകൾ പറ്റിയാൽ അല്ലെങ്കിൽ അതൊന്ന് തകർന്നാലൊക്കെ എഞ്ചിനീയർമാർ അതിന്റെ കാരണം കണ്ടുപിടിക്കുന്നതിനെ കുറിച്ചാണ്. സ്ട്രക്ചറൽ ഫോറൻസിക് അനാലിസിസ്, അതാണ് ആ ഒരു ശാസ്ത്രീയ രീതി. കയ്യിലുള്ള കുറച്ച് വിവരങ്ങൾ വെച്ചാണ് നമ്മൾ ഇതിലേക്ക് കടക്കുന്നത്. അപ്പോ ഒരു കെട്ടിടത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പിന്നിലെ ആ ഒരു യഥാർത്ഥ കാരണം അതെങ്ങനെയാണ് ഒരു വിദഗ്ധൻ കണ്ടെത്തുന്നത്? ഒരു കുറ്റാന്വേഷണ കഥ പോലെ തന്നെ ആകാംക്ഷയുണ്ടാക്കുന്ന കാര്യമല്ലേ അത്? തീർച്ചയായും. ഒരു ഡിറ്റക്റ്റീവ് ജോലിയുടെ ഒരു സ്വഭാവമുണ്ട് ഇതിന്. ഈ സ്ട്രക്ചറൽ ഫോറൻസിക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കെട്ടിടങ്ങളോ അല്ലെങ്കിൽ പാലങ്ങൾ പോലെയുള്ള നിർമ്മിതികളോ അതിനെന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ തകരുക, അങ്ങനെ വരുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ ശാസ്ത്രീയമായിട്ട് ഒരു ചിട്ടയായ രീതിയിൽ പഠിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതിൽ എന്താ പറയുക, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, മെറ്റീരിയൽ സയൻസ് ഉണ്ട്, പിന്നെ നല്ലൊരു അന്വേഷണ വൈദഗ്ധ്യം, ഇതൊക്കെ ഒരുമിച്ച് വരണം. ഓഹോ, അപ്പോ ഇതിന്റെ ലക്ഷ്യങ്ങൾ അത് കാരണം കണ്ടെത്തുക എന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ലേ അല്ലേ? സുരക്ഷ, പിന്നെ ഭാവിയിൽ എടുക്കേണ്ട നടപടികൾ, അതൊക്കെ ഇതിന്റെ ഭാഗമാണോ? നിയമപരമായ കാര്യങ്ങളിൽ പോലും ഇതിന് പ്രാധാന്യമുണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ. അതെ, കാരണം കൺകട്ടകർ എന്നുള്ളത് ഏറ്റവും പ്രധാനം. പക്ഷെ അതോടൊപ്പം വേറെയുമുണ്ട്. അതായത് എന്തുകൊണ്ടിത് സംഭവിച്ചു, ആ കാരണം കൃത്യമായിട്ട് തിരിച്ചറിയണം. പിന്നെ എത്രത്തോളം നാശനഷ്ടമുണ്ടായി, ആ കെട്ടിടത്തിന് ഇപ്പോൾ എത്ര ബലമുണ്ട്, ഇതൊക്കെ നിർണ്ണയിക്കണം. സുരക്ഷാപരമായ പ്രശ്നങ്ങൾ അത് വിലയിരുത്തണം. കെട്ടിടം ഇനിയും ഉപയോഗിക്കാൻ സേഫ് ആണോ അത് കണ്ടെത്തണം. എന്നിട്ട് അറ്റകുറ്റപ്പണി മതിയോ അതോ ബലപ്പെടുത്തണോ, ഇനി അതല്ല പൊളിച്ചു നീക്കണോ, ഇതിനൊക്കെ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണം. പിന്നെ ചില കേസുകളിൽ ഈ ഇൻഷുറൻസ് കാര്യങ്ങൾ, നിയമപരമായ തർക്കങ്ങൾ, അവിടെയൊക്കെ ഇത് വളരെ ഹെൽപ്ഫുൾ ആകാറുണ്ട്. ശരിയാണ്. ഇനി ഇവിടെയാണ് ഏറ്റവും രസകരമായ ഭാഗം വരുന്നത്. സാധാരണയായിട്ട് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ കെട്ടിടങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത്? ഒരുപാട് കാരണങ്ങളുണ്ട്, പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. ചില സാധാരണ കാര്യങ്ങൾ പറയാം. ഒന്ന്, ഡിസൈനിലെ പിഴവുകൾ. അതായത് ഭാരം താങ്ങാനുള്ള ശേഷി ചിലപ്പോൾ കുറച്ച് കണക്കാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡിസൈൻ ഡീറ്റെയിലിംഗിലെ പ്രശ്നങ്ങൾ. പിന്നെ നിർമ്മാണത്തിലെ അപാകതകൾ, മോശം പണി, ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ ഉപയോഗിക്കുന്നത്, അത് പ്രധാനമാണല്ലോ. പിന്നെ അടിത്തറയിലെ പ്രശ്നങ്ങൾ, കെട്ടിടം ഇരുന്നു പോകുന്നത്, അല്ലെങ്കിൽ മണ്ണിനെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ. കാലപ്പഴക്കം കൊണ്ട് മെറ്റീരിയൽസിന് നാശം സംഭവിക്കാം. കമ്പി തുരുമ്പെടുക്കുന്നത്, കോൺക്രീറ്റിന് ബലം കുറയുന്നത്. പിന്നെ കെട്ടിടത്തിൽ അമിതമായിട്ട് ഭാരം കയറ്റുന്നത്, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന രീതിയിലെ പ്രശ്നങ്ങൾ. പ്രകൃതി ദുരന്തങ്ങൾ ഒരു വലിയ കാരണം തന്നെയാണ്. ഭൂകമ്പം, വെള്ളപ്പൊക്കം, ചിലപ്പോൾ തീപിടുത്തം. തീർച്ചയായും. പിന്നെ കൃത്യമായ മെയിൻ്റനൻസ് ചെയ്യാതിരിക്കുന്നത്, അറ്റകുറ്റപ്പണികൾ വേണ്ട സമയത്ത് നടത്താതിരുന്നാലും പ്രശ്നം വരാം. ഓഹോ, അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഈ അന്വേഷണം അതെങ്ങനെയാ നടത്തുന്നത്? ചുമ്മാ പോയി പൊളിച്ചു നോക്കുകയാണോ? അല്ല, അങ്ങനെയല്ല. ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ആദ്യം ഒരു പ്രാഥമിക വിലയിരുത്തലാണ്. പഴയ ഡിസൈൻ ഡോക്യുമെന്റ്സ്, പ്ലാനുകളൊക്കെ നോക്കും. പിന്നെ നേരിട്ട് ആ സ്ഥലമൊന്ന് പോയി കാണും, ഒരു ജനറൽ ഐഡിയ കിട്ടാൻ. ശരി. അടുത്ത സ്റ്റെപ്പ് വിശദമായ പരിശോധനയും ഡോക്യുമെന്റേഷനുമാണ്. കണ്ണിൽ കാണുന്ന വിള്ളലുകൾ, എവിടെയെങ്കിലും ബെൻഡുണ്ടോ, തുരുമ്പുണ്ടോ, നനവുണ്ടോ, ഇതൊക്കെ രേഖപ്പെടുത്തും. ധാരാളം ഫോട്ടോസ് എടുക്കും, സ്കെച്ചുകൾ വരയ്ക്കും. പിന്നെയാണ് ടെസ്റ്റിംഗ്. ഇവിടെ കാര്യങ്ങളെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ 2 തരം ടെസ്റ്റുകൾ വരും. ഒന്ന്, കെട്ടിടം പൊളിക്കുകയോ കേടുവരുത്തുകയോ ചെയ്യാത്ത നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റുകൾ, NDT. പിന്നെ ആവശ്യമെങ്കിൽ മാത്രം ചെറിയ ഭാഗങ്ങൾ സാമ്പിൾ എടുത്ത് പരിശോധിക്കുന്ന ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റുകൾ, DT. ഓഹോ, NDT, DT. അതെ. NDTയിൽ ഈ റീബൗണ്ട് ഹാമർ ടെസ്റ്റ് വരും, അൾട്രാസോണിക് പൾസ് വെലോസിറ്റി ടെസ്റ്റ്. അതൊക്കെ കോൺക്രീറ്റിന്റെ നിലവാരം ഏകദേശം അറിയാൻ സഹായിക്കും. DT എന്ന് പറയുമ്പോൾ കോൺക്രീറ്റ് കോർ എടുത്ത് ലാബിൽ ടെസ്റ്റ് ചെയ്യുന്നത്, സ്റ്റീൽ സാമ്പിൾ എടുത്ത് പരിശോധിക്കുന്നത്, അല്ലെങ്കിൽ അടിത്തറയിൽ പ്രശ്നമുണ്ടെന്ന് തോന്നിയാൽ മണ്ണ് പരിശോധിക്കുന്നത്, അതൊക്കെ വരും. ഈ കിട്ടിയ ഡേറ്റയെല്ലാം വെച്ചിട്ട് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ച് കെട്ടിടത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിലുള്ള ബലം വീണ്ടും കണക്കാക്കും, അനാലിസിസ് നടത്തും. അവസാനം ഈ കണ്ടെത്തലുകളെല്ലാം കൂടി വിശകലനം ചെയ്തിട്ട് ആ പ്രശ്നത്തിന്റെ മൂലകാരണം, റൂട്ട് കോസ് എന്താണെന്ന് കണ്ടെത്തും. എന്നിട്ട് ഒരു വിശദമായ റിപ്പോർട്ട് ഉണ്ടാക്കും. ഓഹോ, കൊള്ളാം. അപ്പോ ഇതിനൊക്കെ പ്രത്യേക ഉപകരണങ്ങൾ കാണുമല്ലോ അല്ലേ? ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റേഡാർ, GPR, പിന്നെ തെർമോഗ്രഫി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഉപയോഗിക്കുമോ? തീർച്ചയായും. ഒരുപാട് ടെക്നോളജീസ് ഉപയോഗിക്കുന്നുണ്ട്.
GPR ഉപയോഗിച്ച് കോൺക്രീറ്റിനകത്തുള്ള കമ്പികൾ, പൈപ്പുകളൊക്കെ കണ്ടെത്താം. തെർമോഗ്രാഫി വെച്ചിട്ട് ടെമ്പറേച്ചർ വ്യത്യാസം നോക്കി എവിടെയാണ് നനവ്, ലീക്ക് എന്നൊക്കെ മനസ്സിലാക്കാം. പിന്നെ SEM, അതായത് സ്കാനിംഗ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, അത് വെച്ച് മെറ്റീരിയൽസിനെ വളരെ സൂക്ഷ്മമായി പഠിക്കാം. ലോഡ് ടെസ്റ്റിംഗ് ഉണ്ട്. കെട്ടിടത്തിന്റെ ഭാഗങ്ങൾക്ക് നേരിട്ട് ലോഡ് കൊടുത്ത് അതിന്റെ കപ്പാസിറ്റി നോക്കുന്നത്. മെറ്റീരിയൽസിന്റെ സ്ട്രെങ്ത് ലാബിൽ ടെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ പലതും. ശരി. അപ്പോ ഇതിന്റെയൊക്കെ ഒരു പ്രായോഗിക ഉപയോഗം എവിടെയൊക്കെയാണ് വരുന്നത്? കെട്ടിടം തകർന്നാൽ മാത്രമല്ലല്ലോ ഇത് ചെയ്യുന്നത്. അല്ല, തകർച്ചയുടെ അന്വേഷണം ഒരു പ്രധാന ഭാഗം മാത്രം. വേറെയും ഒരുപാട് സാഹചര്യങ്ങളിൽ ഇത് വേണം. ഉദാഹരണത്തിന്, ഒരു കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായാൽ അതിന്റെ സ്ട്രക്ചറിന് എന്തു പറ്റി, ബലം എത്രത്തോളം ഉണ്ട് എന്ന് നോക്കാൻ ഇത് വേണം. പിന്നെ വളരെ പഴയ കെട്ടിടങ്ങൾ, പൈതൃക കെട്ടിടങ്ങൾ, അതിന്റെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാനും സംരക്ഷിക്കാനും. ഭൂകമ്പമോ വെള്ളപ്പൊക്കമോ കഴിഞ്ഞാൽ ബാധിക്കപ്പെട്ട കെട്ടിടങ്ങൾ സുരക്ഷിതമാണോ എന്ന് ഉറപ്പാക്കാൻ, നിർമ്മാണ സമയത്തോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ ഉടനെയോ ക്വാളിറ്റിയിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ, അങ്ങനെ പല ആവശ്യങ്ങൾക്ക് ഈ ഫോറൻസിക് അനാലിസിസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒരു കെട്ടിടത്തിന്റെ തകർച്ചയ്ക്ക് പിന്നിലെ ആ ശാസ്ത്രീയ സത്യങ്ങൾ കണ്ടെത്തുന്നത് അത് വളരെ സങ്കീർണവും എന്നാൽ അത്ര തന്നെ പ്രധാനപ്പെട്ടതുമായ ഒന്നാണെന്ന് ഇപ്പോൾ മനസ്സിലായി. നമ്മളൊക്കെ അറിയാതെ നമ്മുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇത്തരം പഠനങ്ങൾ പിന്നണിയിൽ നടക്കുന്നുണ്ട് എന്നത് ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതെ, ഓരോ തകർച്ചയും സത്യത്തിൽ ഓരോ പാഠങ്ങളാണ്. ഭാവിയിലെ നിർമ്മാണങ്ങൾ കൂടുതൽ സുരക്ഷിതമാക്കാൻ അത് സഹായിക്കും. ഇവിടെ ഒരു പ്രധാന ചോദ്യം വരുന്നുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ വളരെ പഴയ കെട്ടിടങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നും, ഹോ, എന്തൊരു ഉറപ്പാണ്, പുതിയതിനേക്കാൾ ബലമുണ്ടെന്ന്. അതെന്തുകൊണ്ടാണ്? ഒരു കെട്ടിടത്തിന്റെ ബലം എന്നത് അതിന്റെ പ്രായം മാത്രം വെച്ചടക്കാൻ പറ്റുന്ന ഒന്നല്ല. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഇതൊരു നല്ല പോയിന്റല്ലേ? അതൊരു നല്ല ചിന്തയാണ്. ശരിയാണ്. അടുത്ത തവണ ഒരു പഴയ കെട്ടിടം കാണുമ്പോൾ എന്തായാലും ഇത് ഓർക്കും. വളരെ വിശദമായി സംസാരിച്ചതിന് നന്ദി.